CRPC ആണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് CRPCയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനായിട്ടുള്ള കോർട്ടുകളുടെ ജുറിസ്ഡിക്ഷനും അതേപോലെ ഹൈറാർക്കിനും പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ തന്നെ സെക്ഷൻ 6 മുതൽ 23 വരെയാണ് ക്രിമിനൽ കോടതികളുടെ ഹൈറാർക്കിയെ പറ്റിയിട്ടും അതുപോലെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടും അതുപോലെ അവയുടെ ഫങ്ഷൻസിനെ പറ്റിയും പറയുന്നത്. ഇനി സെക്ഷൻ 26 മുതൽ 35 വരെയാണ് കോടതികളുടെ പവറിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനുകളിലാണ് മെയിനായിട്ട് കോടതിയുടെ ജുറിസ്ഡിക്ഷനെ പറ്റിയിട്ടും ഹൈറാർക്കിയെ പറ്റിയൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നോക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ക്രിമിനൽ കോടതികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൈക്കോടതി ഉണ്ട്, അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്ന കോടതികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്രിമിനൽ കോടതികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോർട്ട് ഓഫ് സെക്ഷൻ, അതേപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും മെട്രോപൊളിറ്റൻ ഏരിയയിലാണെങ്കിൽ അവിടെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉണ്ടായിരിക്കും, അതേപോലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്, ക്രിമിനൽ കോടതികൾ എന്ന് പറയുന്നത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ സെക്ഷനുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സെക്ഷൻ 6 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിലും ഒരു ഹൈക്കോടതി ഉണ്ടാവേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചില സമയത്ത് എങ്ങനെയും ആവാം, അതായത് ചെറിയ ഒന്നിൽ കൂടുതൽ 2 3 ചെറിയ സ്റ്റേറ്റുകൾക്ക് ഒരു ഹൈക്കോടതി എന്നുള്ള പോലെ ആവാം. അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിളാണ് പഞ്ചാബിനും ഹരിയാനയ്ക്കും കോമൺ ആയിട്ട് ഒരു ഹൈക്കോടതി ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സെക്ഷനുകൾ വരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം. കാരണം നമുക്കറിയാവുന്ന പോലെ CRPC ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്, പക്ഷേ എന്നാൽ പോലും നമ്മുടെ ലോ സ്റ്റുഡൻസിന് പഠിക്കാൻ സിലബസിൽ ഇപ്പോഴും ഇത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ വേണോ വേണ്ടയോ എന്ന് പറയുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കി ചെയ്യാവുന്നതാണ്.